ഹായ് ഫ്രണ്ട്സ്, MR ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടുത്തെ ഓരോ രാവിലെകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് അണ്ണനുള്ള ദിവസങ്ങളിൽ ഞാനൊരു ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റ് വരുന്നത്. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് അണ്ണൻ വന്നാണ്ട് അടുപ്പിൽ തീ കത്തിച്ച് വെള്ളവും അങ്ങനെ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് ചായ ഇടുവേ. അത്രയും രാവിലെ ചെയ്ത് തരുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, വല്ലാതെ ഒരു ആശ്വാസമാണേ. അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീറ്റേ പറ്റത്തുള്ളൂ. കാരണം നിച്ചുകുട്ടൻ 8 മണിയാകുമ്പോൾ ഇറങ്ങും ഇവിടുന്ന്. അപ്പം ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റ് കുറച്ചൊന്ന് എക്സസൈസൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അങ്ങ് ശരിയാകും. അണ്ണൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ വാർത്തയൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചായ എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഈ കാണുന്നതേ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അത് കണ്ടിട്ടാണ് ചിരിച്ചിട്ടിങ്ങനെ തടവി തരുന്നതാണ്. ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പ്രോബ്ലം അതാണ്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്. ദൈവാനുഗ്രഹിച്ച് നിന്ന് ജോലി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ പോകാതെ വീട്ടിലിങ്ങനെ നിന്ന് റെസ്റ്റ് എടുക്കുന്നത്. രാവിലെ അണ്ണമുള്ള ദിവസങ്ങൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. എന്തോ അതെനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണേ. ചായ കുടിച്ചാൽ പിന്നെ അടുത്ത പരിപാടി ഈ ആവി പിടിക്കലാണ്. ഈ സൈനസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡെയിലി ഇങ്ങനെ ആവി പിടിക്കും ഞാൻ. ചായ കുടിക്കലും ആവി പിടിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. അണ്ണൻ വെള്ളം അടപ്പ് വെച്ചിട്ടായിരുന്നു ചായ കുടിക്കാനൊക്കെ ഇരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരി കഴുകി ഇടാൻ നോക്കുവാണേ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുന്നത് ലളിതാ സഹസ്രനാമാണ്. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ഭാഗം ഇതേപോലെ വരും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വോയിസ് മാത്രം കേൾക്കേണ്ടി വരുവേ. ഇപ്പോൾ കുറേ നാളായിട്ടേ ഞാനിങ്ങനെ ഈ ലളിതാ സഹസ്രനാമം രാവിലെ തന്നെ ഇങ്ങനെ ഓണാക്കി വെക്കാറുണ്ട്. ഒരു വല്ലാത്ത ഫീലാട്ടോ അതൊക്കെ കേട്ട് നിന്നിങ്ങനെ ജോലി ചെയ്യുമ്പോൾ. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ താണ്ടി ഇങ്ങോട്ട് കൊണ്ടുവച്ചതാണേ. ഞാൻ MC ഓഡിയോസ് ഡിവോഷണൽ അവരുടെയാണ് കേട്ടോ ഈ ലളിതാ സഹസ്രനാമം ഞാനിങ്ങനെ കേൾക്കുന്നത്. പ്രൊമോഷനൊന്നും പറഞ്ഞല്ല, ഞാനിങ്ങനെ ഫസ്റ്റ് സെർച്ച് ചെയ്തപ്പോഴേ ഇതാണ് വന്നത്. അന്ന് മുതലേ ഞാൻ അത് തന്നെയാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അരിയൊക്കെ കഴുകിയിടുമ്പോഴേ അത് വല്ലാത്തൊരു ഫീലാണ്. അതിങ്ങനെ ചെയ്ത് നോക്കി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫീല് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. അരിയൊക്കെ ഒന്ന് കഴുകി അടപ്പയിട്ടിട്ട് വന്നാണ് കേട്ടോ പിന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ ഇടുന്നത്. ഇപ്പം എണീക്കുന്നതേ ലേറ്റായതുകൊണ്ട് തന്നെ എണീക്കുമ്പം തന്നെ ബെഡ് സെറ്റാക്കി വെച്ചിട്ട് കിച്ചണിലോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ. മുന്നേയൊക്കെ എണീക്കുന്ന പാടെ ബെഡ്ഷീറ്റും തലങ്ങണയും എല്ലാം നേരെയാക്കി വെച്ചിട്ട് പോകുന്ന ഞാനായിരുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിപ്പോകുമല്ലോ. പിന്നെ ദണ്ടേ പെരക്കൊക്കെ ഒന്ന് തൂക്കാനായിട്ടൊക്കെ വന്നതാണേ. നമ്മൾ കഴിക്കുന്നത് ആയുർവേദ മരുന്നായതുകൊണ്ട് അവരൊരിക്കലും കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞില്ല. എല്ലാ ജോലികളും കുനിഞ്ഞും നോന്നും ചെയ്യാനാണ് പറഞ്ഞ കേട്ടോ. കുനിയുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നേ. പിന്നെ എനിക്ക് വന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിന്ന് ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ആയിരുന്നു പ്രോബ്ലം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഉപകാരമായി. അല്ലെങ്കിൽ കിച്ചണിലെ കാര്യമൊക്കെ മൊത്തത്തിൽ അവതാളത്തിലായി പോയേനെ. അണ്ണനും മക്കൾക്കും അത്യാവശ്യം കുക്കിംഗ് അറിയാം, അവർ ചെയ്ത് തരും. എങ്കിലും നമ്മൾ കയറി ചെയ്യുന്നത് പോലെ എത്രയായാലും ആണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ റെഡിയായി വരത്തില്ല മീൻസ് കുക്കിംഗ് ഒക്കെ ഓക്കെ ആവും. പക്ഷേ നമ്മുടെ അടുക്കളയുടെ ആ ഒരു അവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങ് മാറി മറിഞ്ഞു പോകുവേ 2 ദിവസം നമ്മൾ കയറാതിരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ തൂപ്പും വാരുമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. വന്ന് മാവ് ഉപ്പൊക്കെ ചേർത്തൊന്ന് കലക്കി വെക്കുമായിരുന്നു കേട്ടോ. അന്ന് അപ്പമായിരുന്നേ രാവിലെ, അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നേ. പിന്നെ ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് ഞാൻ പയ്യെ പറയാം കേട്ടോ. പിന്നെ കണ്ട് വന്ന് മിഷനിലേക്ക് തുണിയൊക്കെ പറക്കിയിടുമായിരുന്നേ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിഷൻ അതിൻ്റെ ജോലി അങ്ങ് ചെയ്തോളുമല്ലോ. നമ്മൾ നമ്മുടെ ബാക്കി ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ മിഷനെ തുണിയൊക്കെ കഴുകാൻ ഏൽപ്പിച്ചിട്ട് പിന്നെ നമ്മളുടെ പാത്രം കഴുകാണ്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ കൂടുതൽ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ കരിപ്പാത്രമായിരിക്കുമല്ലോ തോനെ. അത് ഞാൻ അകത്ത് വെച്ച് കഴുകത്തില്ല, ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നിട്ടാണ് കഴുകുന്നത്. ഇരുന്ന് കഴുകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നിന്ന് കല്ലിന്മേൽ വെച്ച് കഴുകുന്നത്. തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതും എല്ലാം ഈ കല്ലിൻ്റെ പുറത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും അപ്പം തന്നെ ഞാൻ കഴുകിയിടും കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് വലിയ ആരോഗ്യമെടുത്തുള്ള കഴിവക്കളൊന്നും ഇല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കഴുകിയിടുവേ. പിന്നെ പാത്രം കഴുകിയതെല്ലാം പറക്കി അകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ മുട്ട റോസ്റ്റ് വെക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നേ. ഈ റെസിപ്പി പറഞ്ഞു തരണമെന്നൊക്കെ വിചാരിച്ചായിരുന്നേ ഞാൻ വെക്കാൻ തുടങ്ങിയത്. പക്ഷേ പിന്നെ ഞാനങ്ങ് മറന്നുപോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മസാലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും മസാലയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ഇത്തിരി സ്പെഷ്യലായിട്ട് വെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത്. പിന്നെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എൻ്റെ സച്ചുക്കുട്ടൻ 6 മാസത്തിന് ശേഷം വന്ന ദിവസത്തെ വീഡിയോ ആയിരുന്നേ. ദിവസം കുറച്ചും കഴിഞ്ഞു പോയി, എന്നാലും നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ. അങ്ങനെ മുട്ട റോസ്റ്റ് കണ്ട് ഒരു അടുപ്പിൽ റെഡിയാവുന്നതോടൊപ്പം തന്നെ ഞാൻ അപ്പോൾ അങ്ങ് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. കാരണം രണ്ടും ഒരു വഴിക്ക് അങ്ങ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും ഇങ്ങനെ അടുപ്പിലാട്ടോ പാചകം ചെയ്യുന്നത്. എനിക്കെന്തോ അതാ പണ്ട് തൊട്ടേ ഇഷ്ടം. അത്യാവശ്യം ഐറ്റംസ് മാത്രമേ ഞാൻ അത് എമർജൻസി അവസരങ്ങളിൽ മാത്രമേ ഞാൻ ഗ്യാസിൽ വെക്കാറുള്ളേ.
ഇതിപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം ചാറോടാണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും ചാറ് ഭയങ്കര അത്യാവശ്യമാണ്. അതുകൊണ്ട് ടേസ്റ്റ് നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ വരും, എന്നാൽ മുട്ടക്കറി പോലെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. മോൻ വരുന്നത് പ്രമാണിച്ച് മോൻ ഇഷ്ടപ്പെട്ട കരിമീനെ ചൂണ്ടയിട്ട് പിടിക്കാൻ പോയ അച്ഛനെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം 4-5 കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എവിടെ നിന്നാലും നമുക്ക് സെൽഫി മുഖ്യം എന്ന് പറഞ്ഞ അണ്ണനെ പിടിച്ചെത്തേണ്ട ഒരു സെൽഫിയൊക്കെ എടുത്തേ. സച്ചിക്കുട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എത്താറാകുമ്പോൾ പറയണേന്ന്. അങ്ങനെ സച്ചിക്കുട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങളുടെ കൂടെ തണ്ടേ കുട്ടുവാവയും വന്നിരുന്നേ ഞങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ട്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ തണ്ടേ സച്ചിക്കുട്ടൻ എത്തിയേ. അത് എബിനാണ്, സച്ചിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ മോനാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സച്ചിക്കുട്ടനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയത്. ആളന്ന് കോളേജിൽ പോവാതെ നിൽക്കുമായിരുന്നു കേട്ടോ സച്ചിക്കുട്ടൻ വരുന്നതിന് വേണ്ടിയിട്ട്. 6 മാസമായില്ലേ പോയിട്ട്. അത്രയ്ക്ക് നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അവർ. അങ്ങനെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് പിടിച്ച് നിർത്തി തേണ്ട സെൽഫി എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുമായിരുന്നേ. ഈ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് സച്ചിക്കുട്ടൻ വന്നു എന്നും പറഞ്ഞൊരു ഷോർട്ടായിട്ട് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് എനിക്ക് പൂർണ്ണമായിട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ, ഇത്രയും നാളിന് ശേഷം മോനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനൊക്കെ കാണുമല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞമ്മ ചിക്കനും ബീഫും ഒന്നും വേണ്ട, എനിക്ക് നല്ല നാടൻ ഊണ് വെച്ച് തരണേന്ന്. ബാക്കിയൊക്കെ അവൻ അവിടെ കഴിക്കുന്നതാണല്ലോ, നമ്മുടെ ഈ നാടൻ ഫുഡുകളാണല്ലോ അവരവിടെ കഴിക്കാൻ പറ്റാത്തത്. ഇവിടെ സച്ചിക്കുട്ടൻ വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ അരച്ച മോര് കറി വെക്കുന്നത്. അണ്ണനും നിച്ചിക്കുട്ടനും ഒക്കെ തേങ്ങ അരയ്ക്കാത്ത മോര് കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് മോൻ വരുമ്പോൾ മാത്രമേ ഞാൻ അത് വയ്ക്കാനായിട്ട് മെനക്കെടുത്തോളേ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി വെച്ച് മീൻകറി മീൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ പിന്നെ എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഈ സച്ചിക്കുട്ടൻ വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഉണ്ടല്ലോ എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും ഉറങ്ങാൻ പറ്റത്തില്ല. ആ വരുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ ഒരു കാത്തിരിപ്പിൽ എൻ്റെ ഉറക്കം അങ്ങ് പോകുവേ. പിന്നെ രാത്രിത്തേക്ക് ചക്കയും വേവിച്ച് നെത്തോലി പീര വറ്റിക്കാന്നൊക്കെ വിചാരിച്ച് ചക്ക വെട്ടുമായിരുന്നേ. നമ്മുടെ ചക്കയൊക്കെ നേരത്തെ തീർന്നിട്ടുണ്ടായിരുന്നേ. ഇത് സച്ചിക്കുട്ടൻ വരാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ കാത്ത് വെച്ചിരുന്ന ചക്കയാണേ. തലേ ദിവസം തന്നെ കുഞ്ഞാണൻ രമ്മിക്കുട്ടിയും കൂടെ ചക്ക ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നല്ല തേൻ വരിക്ക പോലെ മധുരം വരുന്ന ചക്കയാണേ. അതുകൊണ്ട് തന്നെ പകുതിയെ നമ്മൾ വേവിക്കാൻ എടുത്തോളൂ, ബാക്കി നമ്മൾ പഴിപ്പിക്കാനായിട്ട് വെച്ചേ. പിന്നെ തണ്ട ഞങ്ങൾ 4 പേരോട് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചക്കയൊക്കെ ക്ലീനാക്കി എടുക്കുമായിരുന്നേ. സത്യം പറഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്ത നിമിഷങ്ങളായിരുന്നേ. ഒരുപാട് നാളുകൾക്ക് ശേഷം 4 പേരോട് അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഹാപ്പി ആയിട്ടിരുന്ന് പെട്ടെന്ന് തന്നെ ചക്ക അതുകൊണ്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. സച്ചിക്കുട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോൾ ഉള്ള സംഭവവികാസങ്ങളും ഒക്കെയാണ് കേട്ടോ കൂടുതൽ പറയുന്നത്. നമ്മുടെ ചക്ക ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് ചക്ക വയ്ക്കാനായിട്ട് വന്നപ്പോഴാണേ ഇത് കണ്ടോ. ഇതേ സച്ചിക്കുട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നൊരു സാധനം. കുറേ നാളുകൊണ്ട് ഒരാഗ്രഹമാണ്. അനിയനും ചെന്നൈയിലായിരുന്ന സമയത്തേ എപ്പോഴും ഈ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇത് പച്ചക്കപ്പലണ്ടിയാണേ. ഇത് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവിടെയൊക്കെ കുത്തി തുറന്നെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനെ സേഫ്റ്റി ആയിട്ട് പിടിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞെനിക്ക് മേടിച്ചുകൊണ്ട് വന്നേ. അതെ, പിന്നെ ഞാനൊരു കാര്യം കാണിക്കാമേ. ഇത് എപ്പോഴത്തെയും പോലെ പറയാതെ തന്നെ മേടിച്ചുകൊണ്ട് വന്നതാണേ. കൊള്ളാം. എല്ലാ പ്രാവശ്യവും ഒരെണ്ണം വാങ്ങും, ഒരു കമ്മലാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അത് കറക്റ്റായിട്ട് മേടിച്ചുകൊണ്ട് ഇപ്രാവശ്യം തന്നെ 2 എണ്ണം മേടിച്ചുകൊണ്ട് വന്നു. അയ്യോ ഇത് നല്ലപോലെ കാണുന്നില്ലയോ. ആ എവിടെ പോവാന്ന് ഇങ്ങനെ 2 എണ്ണം. ഇയാളിങ്ങനെ കുഞ്ഞു കമ്മലുകളാണ് എനിക്ക് മേടിക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ. അങ്ങനെ എൻ്റെ കമ്മലും വെച്ചുകൊണ്ട് വന്നു, ആ കപ്പലിനെയും മേടിച്ചുകൊണ്ട് വന്നു. എല്ലാവർക്കും അയാളെ കൊണ്ടാവുന്ന നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. ചിലയിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ സന്തോഷമല്ലേ ഇതൊക്കെ, കുഞ്ഞു കുഞ്ഞു എൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ചക്ക വയ്ക്കണം. പിന്നെ നമ്മൾ നെത്തോലി ഇരിപ്പുണ്ട്, നെത്തോലി ഒന്ന് പീര വറ്റിക്കണം. സച്ചിക്കുട്ടൻ വന്നപ്പോഴേ പറഞ്ഞ ചിക്കനും ബീഫും ഒന്നും വേണ്ട, നാടൻ കറികൾ മതിയെന്ന്. അതുകൊണ്ട് നെത്തോലിയായിരുന്നു, അല്ല സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിച്ചില്ല. നമുക്കെല്ലാം വെക്കട്ടെ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ ഇവിടെ റെഡിയായി. നെത്തോലി പീര പറ്റിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാണ്ണൻ വിളിച്ച് പറഞ്ഞു നൈറ്റിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുവരുന്നു, ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേക്ക് എത്തും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. വീട്ടിൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതുമായിട്ട് കുഞ്ഞാണ്ണനെയും രമ്യക്കുട്ടിയും കൂടെ വരുമായിരുന്നേ. വീഡിയോ എടുക്കുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് പയ്യെ ഷാളൊക്കെ നേരെ പിടിച്ചിട്ടിട്ട് കയറി വരുവായിരുന്നേ. അതാണ് ആ പുറകെ വന്ന ആൾ കയറി വരാനായിട്ട് ഇത്രയും താമസിച്ചത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതേ 3 വമ്പൻ ഫുട്ബോൾ ടീമുകൾ തമ്മിലുള്ള അടിയാണേ. നിച്ചിക്കുട്ടൻ പോർച്ചുഗൽ, മാമൻ അർജൻറ്റീന, മാമി ബ്രസീൽ. അങ്ങനെ 3 ടീമുകൾ തമ്മിലുള്ള ഭയങ്കരമായ അടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനും മണിയണ്ണനും സച്ചിക്കുട്ടനും ഞങ്ങൾക്ക് 3നും പ്രത്യേകിച്ച് ഒരു ടീമില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ ഇവരുടെ അടി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അവരങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നതാണ്. ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, സാലഡ്, പപ്പടം, മുട്ട അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഈ ദിവസം ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. ഇന്നത്തെ നമ്മുടെ സന്തോഷകരമായിട്ടുള്ള ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പുതിയ വീഡിയോകളുമായി എത്താം. അതുവരേക്കും ടാറ്റാ.